ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തമിഴ്നാട്ടിലെ തക്കാളി സാപ്പാടാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ വേറെ കറികളുടെയൊന്നും ആവശ്യമില്ല, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ 3 തക്കാളി എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മീഡിയം സൈസുള്ള 3 തക്കാളി എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1.5 സവാളയും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിയും പുതിനയും ചേർത്ത് കട്ട് ചെയ്തതാണ് കേട്ടോ. അതൊരു ടേബിൾ സ്പൂണ്. പിന്നെ 2 പച്ചമുളകാണ് കേട്ടോ. അപ്പം നമ്മളിത് ആ കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജീരകം ചേർത്ത ശേഷം നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് ഒന്ന് നന്നായി വഴറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ ചേർത്തിരിക്കുന്ന സവാളയും പച്ചമുളകും അത്യാവശ്യം ഒന്ന് വഴങ്ങി വരുന്ന ടൈമിൽ നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലി പുതിന ഇല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂണാണ്. 1 ടേബിൾ സ്പൂൺ മല്ലി പുതിന ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ചേർത്ത് നന്നായി വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായി ഒന്ന് ഉടനെ വരണ വരെ നമുക്ക് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തക്കാളി ചേർത്തൊരു 3 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വഴറ്റിലൊക്കെ നിർത്തിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. 1.5 കപ്പ് അരിയാണ് ചേർക്കുന്നത്. 1.5 കപ്പ് അരിക്ക് അതിൻ്റെ ഡബിൾ 3 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള അരിൻ്റെ പാകത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 2 ഏലക്കായും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന 1.5 കപ്പ് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി മിക്സ് ചെയ്ത ശേഷം നമ്മൾ കുക്കർ മൂടി വെച്ച് ഒരു 2 വിസിലിട്ടാൽ അടിപൊളി തക്കാളി സാപ്പാട് ഇവിടെ റെഡി ആയിട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള അരിയുടെ വേവ് അനുസരിച്ച് നിങ്ങൾ വിസിലിടാം കേട്ടോ. അപ്പോൾ ആ മൂടിയൊക്കെ തുറന്ന് വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചൂടോടെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എൻ്റെ മക്കളെ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇഷ്ടമായൊരു സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.